ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് ലോട്ടറി മാഫിയ സംഘം സജീവമാകുന്നു. കോഴിക്കോട് താമരശ്ശേരിയിൽ 20-കാരൻ അനന്തു കൃഷ്ണയുടെ ജീവൻ എടുത്തത് ഒറ്റ നമ്പർ ലോട്ടറി മാഫിയെന്ന് ബന്ധുക്കൾ. അനന്തു ജോലി ചെയ്തിരുന്ന ലോട്ടറി കടയുടമ മനാഫിൻ്റെയും സംഘത്തിൻ്റെയും ഭീഷണിയാണ് മരണത്തിനിടയാക്കിയതെന്ന് കുടുംബത്തിൻ്റെ പരാതി. അമ്മേ, എന്നോട് ക്ഷമിക്കണം. അച്ഛ, എല്ലാവരെയും നോക്കണം. ഇവിടെ ജീവിക്കാനാവുന്നില്ല. മറ്റൊരു ജന്മത്തിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ജീവിക്കാം. അനന്തുവിന്റെ കണ്ണീരിൽ കുതിർന്ന ആത്മഹത്യാക്കുറിപ്പിലെ വരികളാണിത്. ഒറ്റ അക്ക നമ്പർ ലോട്ടറിയുമായി ബന്ധപ്പെട്ട ചൂതാട്ടമാണ് അനന്തു കൃഷ്ണയുടെ ആത്മഹത്യയിൽ കലാശിച്ചത്. അനന്തു കൃഷ്ണയെ വീട്ടിലെ മുറിയിൽ ഇന്നലെ വൈകിട്ടാണ് തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. അനന്തു ജോലി ചെയ്തിരുന്ന ലോട്ടറി കടയുടെ ഉടമ മനാഫിന്റെയും സംഘത്തിന്റെയും ഭീഷണിയാണ് മരണത്തിനിടയാക്കിയതെന്നാണ് കുടുംബം പറയുന്നത്. നിരന്തരം മനാഫും സംഘവും വീട്ടിലെത്തി അനന്തുവിനെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതിനെ തുടർന്ന് അനന്തു ചെന്നൈയിലേക്ക് പോയി. പിന്നീട് മടങ്ങിയെത്തിയപ്പോഴും സംഘം ഭീഷണി തുടർന്നു. പണം നൽകാമെന്ന് കുടുംബം ഉറപ്പു നൽകിയിട്ടും മനാഫും സംഘവും ഭീഷണി തുടർന്നു. താൻ ജീവിച്ചിരുന്നാൽ തന്റെ കുടുംബത്തിനും അത് ഭീഷണിയാകുമെന്ന് തോന്നിയതോടെയാണ് അനന്തു കൃഷ്ണ ആത്മഹത്യ ചെയ്തത്. അതായത് 3 സഹോദരികൾ മാത്രമുള്ള ഒരു വീട്ടിൽ വന്നിട്ടാണ് ഇവർ ഇത്രയും അതിക്രൂരമായിട്ടുള്ള രീതിയിലേക്കാണ് അവർ ഇടപെട്ടതെന്നുള്ളതാണ് നമുക്ക് അറിയാൻ പറ്റിയത്. അപ്പോൾ താമരശ്ശേരി വ്യാപകമായിട്ട് ഈ ലോട്ടറി എഴുത്താണ്. സർക്കാരിൻ്റെ ലോട്ടറി അവിടെ നിയമപരമായിട്ട് വിൽപ്പന നടക്കുന്നില്ല. കംപ്ലീറ്റ് എന്താണ് വലിയൊരു മൊബൈൽ, ഒരു ആപ്പൊക്കെ ഉപയോഗിച്ചിട്ട് ആ ആപ്പ് ഉപയോഗിച്ച മൊബൈൽ, എൻ്റെ അടുത്തുള്ള മൊബൈലൊക്കെ ഇവർ വന്നിട്ട് ബലമായി പിടിച്ച് വീട്ടിൽ നിന്ന് എടുത്ത് പോയിട്ടുണ്ട്. അതുപോലെ ഇപ്പം നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മൊബൈൽ മിസ്സിങ്ങുമാണ്. അപ്പോൾ പോലീസ് ഇത് എന്താകണം, കൃത്യമായിട്ട് അന്വേഷിച്ച് ഇതിനകത്ത് എന്താണെന്നുള്ളത് പൊതുജനത്തിനറിയാം. അതുപോലെ തന്നെ താമരശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഇത്തരം ഈ കാര്യങ്ങൾ നടക്കുന്നത് പോലീസ് വ്യക്തമായിട്ട് അന്വേഷിച്ചിട്ട് ഇത്തരം ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് പറയുന്നത്. താമരശ്ശേരി കേന്ദ്രീകരിച്ച ഒറ്റയക്ക ലോട്ടറി മാഫിയ സജീവമാണെന്നും മുൻപും സമാനമായ ആത്മഹത്യകൾ ഉണ്ടായിട്ടുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ജനം, കോഴിക്കോട്.